കാസർഗോഡ് നെല്ലിക്കുന്നിലെ നിർമ്മല ഉപേന്ദ്രന്റെ വീട്ടിൽ മാലിന്യങ്ങളില്ല. വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളിൽ നിന്ന് മനോഹര രൂപങ്ങൾ നിർമ്മിക്കുന്ന മുത്തശ്ശി ഇതിനോടകം പൂർത്തിയാക്കിയത് 100-ലേറെ ചിത്രങ്ങളും ശില്പങ്ങളുമാണ്. വയസ്സ് 78 പിന്നിട്ടു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ട്. എന്നാൽ വെറുതെ വീട്ടിലിരിക്കാൻ നിർമ്മല തയ്യാറല്ല. ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന പൊട്ടിയ പാത്രങ്ങളിലും മുട്ടത്തോടിലും ഈന്തപ്പഴ കുരുവിൽ പോലും മറ്റാരും കാണാത്ത രൂപം കണ്ടെത്തും. ആവശ്യം കഴിഞ്ഞ പ്ലാസ്റ്റിക് കവറും പാളയും ഉണങ്ങാത്ത ഇലയുമെല്ലാം സ്നേഹ സമ്മാനങ്ങളാക്കി മാറ്റും. തുടങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നില്ല. ചെറുപ്പത്തിൽ എവിടെയെങ്കിലും തുണി കഷ്ണം കിട്ടി അതിനെ കൊണ്ട് ബൊമ്മയാക്കാനോ എന്തെങ്കിലും തുന്നിയിട്ട് എന്തൊക്കെ ചെയ്യും അപ്പം തന്നെ. പിന്നെ പ്രായമായിട്ടാകുമ്പോൾ കല്യാണം കഴിഞ്ഞപ്പാട് 2 വർഷം തയ്യൽ പഠിക്കാൻ പോയി. എംബ്രോയ്ഡറി ഫുള്ള് എല്ലാം ചെയ്തതിന്. കൊറോണ കഴിഞ്ഞേരെ പൊതുവേ വീട്ടിൽ തന്നെ ആയി കൂടുതൽ. അപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടികളായിട്ട് നാടൻ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇടെടുത്തിട്ട് വരും. പിള്ളേനെ കൊണ്ട് ചെയ്യുന്നത് ഇന്നതെന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്ന പോലെ അത് ചെയ്തിട്ടാകുമ്പോൾ ഒരു രൂപയായി കിട്ടുമല്ലോ എന്തായാലും. അങ്ങനെ ചെയ്ത് ഇവിടെ എത്തി. വീട്ടിലെ ഓരോ മുറിയും പാഴ്വസ്തുക്കളിൽ കരവിരുത് കോർത്തൊരുക്കിയ കരകൗശല ശില്പങ്ങളാൽ മനോഹരമാണ്. കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഈ ഹോബി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെ നേടിയ എംബ്രോയ്ഡറി പരിശീലനവും മുതൽക്കൂട്ടായി. നിലവിൽ ചില എക്സിബിഷനുകൾ നടത്തിയ നിർമ്മല ഈ കഴിവ് പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ തയ്യാറെടുക്കുകയാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.